പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ ഒരാൾക്ക് പാമ്പ് കടിയേറ്റു. മുരണി സ്വദേശി രതീഷിനാണ് കടിയേറ്റത്. താലൂക്ക് ആശുപത്രിയിലുള്ള രതീഷിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. ശ്രീരാജ് ബാബുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീരാജ്, അണലിയുടെ കടിയാണ് ഏറ്റിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ നില ഗുരുതരമാണോ? എന്തൊക്കെയാണ് ആരോഗ്യമായി സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ ആശുപത്രിയിൽ നിന്ന്? ശ്യാമിലി, നിലവിൽ ഈ രോഗിക്ക് ശക്തമായ തലകറക്കമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള വിവരമാണ് ബന്ധുക്കളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ മല്ലപ്പള്ളി ആശുപത്രിയിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഈ രോഗിയെ കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ന് രാവിലെയും വീടിന്റെ പരിസരത്ത് ഈ അണലിയായിരുന്നു ഈ രതീഷിന്റെ മക്കൾ. മുരണി സ്വദേശിയാണ് രതീഷ് ശേഷം വെൽഡിംഗ് തൊഴിലാളിയാണ്. വെൽഡിംഗ് ഉപകരണങ്ങൾ മാറ്റി വെക്കുന്നതിനിടയിലാണ് കൈക്ക് പാമ്പിന്റെ കടിയേൽക്കുന്നത്. ശേഷം ഇതിനെ കുടഞ്ഞെറിയുകയും ചെയ്തു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ബന്ധുക്കളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആശുപത്രിയിൽ നിന്നും മല്ലപ്പള്ളി ആശുപത്രിയിൽ നിന്നും പ്രാഥമിക ചികിത്സ ഇയാൾക്ക് നൽകിയിട്ടുണ്ട്. ശേഷം വളരെ വേഗം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഈ രോഗി എത്തുന്നതേ ഉള്ളൂ. എന്തായാലും പ്രാഥമികമായി ചെയ്യേണ്ട ചികിത്സ മല്ലപ്പള്ളി ആശുപത്രിയിൽ നിന്നും നൽകിയിട്ടുണ്ട് എന്നാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരം. ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും അങ്ങനെയുള്ള വിവരം തന്നെയാണ് ലഭിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെയും ഇത്തരത്തിൽ ഈ അണലിയെ വീടിന്റെ പരിസരത്ത് രതീഷിന്റെ മകൻ കണ്ടു എന്നും പറയുന്നുണ്ട്. അതേ അണലിയാണ് ഈ വെൽഡിംഗ് മെഷീനുകൾ മാറ്റിവെക്കുന്നതിനിടയിൽ രതീഷിന്റെ കയ്യിൽ കൊത്തിയത്. ശേഷം ഇതിനെ കുടഞ്ഞെറിയുകയും ചെയ്തു. തുടർന്ന് മല്ലപ്പള്ളി ആശുപത്രിയിലേക്കും ഇപ്പോൾ അവിടെ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. ശ്രീരാജ് ബാബു വിവരങ്ങൾ നൽകിയത്.